വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSന്റെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെരിഫിക്കേഷൻ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. വെരിഫിക്കേഷൻ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് അപേക്ഷകർ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നും അതിന്റെ എന്തൊക്കെ ക്ലാരിഫിക്കേഷൻസ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഏതെല്ലാം ഡോക്യുമെന്റ്സ് ആണ് അപേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ കേരളൈറ്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും വേണം. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്നുമുള്ള റിസർവേഷനിൽ നിന്നും റിജക്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ളവരും സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും ഒക്കെ എക്സ്പയറി കഴിയാത്തതായിരിക്കണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇൻകം സർട്ടിഫിക്കറ്റിൽ 4 lakhsന് മേളിലാണ് നിങ്ങളുടെ ഇൻകം വരുന്നത് എന്നുണ്ടെങ്കിൽ ഫീ കൺസെഷൻ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിംഗ് നിങ്ങൾ നന്നായിട്ട് നോക്കണം. മാർക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഉടനെ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് ആയിട്ട് റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് സബ്മിറ്റ് കൊടുക്കേണ്ടത്. പിന്നെ ഉള്ള ഒരു ഡൗട്ടായിരുന്നു ഇംപ്രൂവ്മെന്റിന്റെയും റീവാലുവേഷന്റെയും ഒക്കെ മാർക്ക്. അത് ഓട്ടോമാറ്റിക്കലി തന്നെ അതിൽ ആഡ് ആവുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ അതുകൂടെ ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്താൽ മതി കേട്ടോ. നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഇതുപോലെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിംഗ് ടൈം നമുക്ക് രണ്ടാമത് കാണുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ ഏതൊക്കെ കോളേജസ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഓപ്ഷൻസ് വെക്കേണ്ടത് എന്നുള്ളത് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ഇൻഫർമേഷൻസ് അറിയേണ്ടവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ LBS അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.